ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈകുന്നേരമൊക്കെ ചായക്ക് കൂട്ടാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഓവനോ ബീറ്ററോ ഇല്ലാതെ തന്നെ ഒരു മിക്സി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇനി അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പോളം ഇട്ടാൽ മതി. ഇതിലേക്ക് 2 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് 30 സെക്കൻഡോളം അടിച്ചെടുക്കുക. ഇനി അടിച്ചു വെച്ച ബാറ്റർ വേറൊരു ബൗളിലേക്കാക്കി മാറ്റി വെക്കാം. ഇനി അതേ മിക്സിയിൽ തന്നെ ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇത് വലിയ പഴമായതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ചെറുതായി മുറിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം. ഒരു തരി പോലും ഇല്ലാതെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫുള്ളായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ക്രഷ് ചെയ്ത ബദാമാണ്. ഇതും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നേരത്തെ പഴം മിക്സിയിൽ അടിച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഒരു പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം. 25-30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. കുക്കറിൻ്റെ വിസിലർ ഊരി വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.